നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്നത് ഒരുപക്ഷെ 80s-ലെയും 90s-ലെ സിനിമകളായിരിക്കും. അതിൽ 90s-ലെ ചില സിനിമകളെക്കുറിച്ച്, അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 95-ലെ കുറച്ച് സിനിമകളെക്കുറിച്ചും അതിൻ്റെ ബോക്സ് ഓഫീസ് സക്സസ്സുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 95 എന്ന് പറയുന്ന ഒരു വർഷം ഒരുപാട് നമ്മൾ ഇന്നും റിപ്പീറ്റായിട്ട് കാണുന്ന, നമ്മളെന്നും ഓർമ്മിക്കപ്പെടുന്ന കുറേ സിനിമകൾ സമ്മാനിച്ചൊരു വർഷമാണ്. അന്നത്തെ ഒരു മാഗസീനിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്, ഞാനത് വായിക്കാം. ഇത് 95-ലെ ഫസ്റ്റ് ഹാഫ് റിപ്പോർട്ടാണ്, അതായത് ഏകദേശം ജൂൺ 30 വരെയുള്ള സിനിമകളുടെയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം ഒരു വർഷം മലയാളത്തിൽ ഏകദേശം ഒരു ആവറേജ് ഒരു 200-220 സിനിമകൾ ഒരു വർഷം റിലീസാവുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മാസം എന്ന് പറയുമ്പോൾ ഒരു 100-ൽ പരം സിനിമകൾ എന്തായാലും ഇപ്പോൾ റിലീസാവുന്നുണ്ട്. എന്നാൽ അന്ന് സിനിമകളുടെ എണ്ണം കുറവാണ് ശരിക്കും. ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്ന 95-ൽ ജൂൺ വരെ റിലീസായിരിക്കുന്നത് 35 സിനിമകളാണ്. ഇതിൽ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്ന് പറയും ഇന്ന് സിനിമകൾ ഓടുന്നില്ല, പണ്ടൊക്കെ എത്ര നല്ല സിനിമകളായിരുന്നു, പണ്ട് എത്ര സിനിമകൾ ഹിറ്റായിരുന്നതാണ് എന്നൊക്കെ പറയും. എന്നാൽ ഈ പറയുന്ന പ്രതിസന്ധി അന്നും ഉണ്ട് എന്നുള്ളതാണ്. കാരണം പ്രതിസന്ധികൾ എന്നും സിനിമയിലുണ്ട്, എന്നും നിർമ്മാതാക്കൾ പറയാറുണ്ട് സിനിമകൾ ഓടുന്നില്ല, കളക്ഷൻ കുറവാണെന്നൊക്കെ. പക്ഷെ അന്ന് ഓടാത്ത പല സിനിമകളും നമ്മൾ പിന്നീട് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. നമ്മൾ ചില സിനിമകളെ കുറിച്ച് പറയും, ആ സിനിമ എന്താണെന്ന് ഓടാതിരുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിലിപ്പം 95-ലെ ജൂൺ 30 വരെയുള്ള 35 സിനിമകളിൽ 3 സിനിമയാണ് സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നത്. ആ 3 സിനിമകൾ റാംജി റാവ് സ്പീക്കിങ്ങിൻ്റെ 2ാം ഭാഗമായ മാനാർ മത്തായി സ്പീക്കിംഗ്, സ്ഫടികം, അനിയൻ ബാവ ചേട്ടൻ ബാവ, ഈ 3 സിനിമകളാണ് സൂപ്പർ ഹിറ്റ് ആയത്. അതായത് ഈ പറഞ്ഞാൽ നമുക്കറിയാം, സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കിയ കാശിനെക്കാട്ടും ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയൊക്കെ കിട്ടുന്ന ഒരു കളക്ഷനാണ്. ഇപ്പം ഇതിൽ മാനാർമത്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 95 തുടക്കം, ആ ഒരു ജനുവരി മാസമാണ് റിലീസായിരുന്നത്. അത് വൻ ഹിറ്റായിരുന്നു ശരിക്കും. രാജസേന ജയറാം കൂട്ടുകെട്ടുള്ള ഏറ്റവും വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു. അതായത് കടിഞ്ഞൂൺ കല്യാണവും അയലത്തെ അദ്ദേഹവും മേലെപ്പറമ്പിലൊക്കെ കഴിഞ്ഞിട്ടാണ് അനിയൻ ബാവ ഇറങ്ങുന്നത്. അനിയൻ ബാവ വരുന്ന സൂപ്പർ ഹിറ്റായത് ശരിക്കും. അത് കഴിഞ്ഞിട്ട് ആ വിഷു സീസണിൽ 95 വിഷു സീസണോടനുബന്ധിച്ച് മാർച്ച് അവസാനം ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ കുറേ സിനിമകൾ റിലീസായിരുന്നു. അന്ന് അതിലൊരു സിനിമയാണ് സ്ഫടികം. നമുക്ക് സ്ഫടികം കുറേ കാലം ഷൂട്ടൊക്കെ നീണ്ടുപോയിട്ടാണ് ആ സിനിമ റിലീസ്. അത് വേറൊരു കഥയാണ്. കാരണം ആ ഒരു സിനിമ തുടങ്ങി കുറച്ച് ഷെഡ്യൂളുകളൊക്കെ ആയി ബ്രേക്കായി മോഹൻലാൽ വേറെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയി. ഒരുപാട് പ്രശ്നങ്ങൾ ആ സിനിമയുടെ പിന്നിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് സ്ഫടികം റിലീസാവുന്നത്. സ്ഫടികം സൂപ്പർ ഹിറ്റായി. സ്ഫടികത്തിൻ്റെ ഒപ്പം വേറെയും കുറേ സിനിമകളുണ്ടായിരുന്നു, അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നെ ആ ഒപ്പം ഇറങ്ങിയ മറ്റൊരു സിനിമ മാനാർ മത്തായി സ്പീക്കിംഗ്. പിന്നെ അപ്പോൾ ഈ 3 സിനിമകളാണ് ശരിക്കും ആ വർഷത്തെ ആദ്യത്തെ ഒരു 6 മാസം റിലീസായ 35 സിനിമകളിൽ സൂപ്പർ ഹിറ്റായത്. അനിയൻ ബാവ ചേട്ടൻ ബാവ, മാനാർ മത്തായി സ്പീക്കിംഗ്, സ്ഫടികം. പിന്നെ വേറെ കുറച്ച് സിനിമകളുണ്ട്. ആ സിനിമകളും ഹിറ്റായ സിനിമകളാണ്. അതായത് മുടക്കിയ കാശിനെക്കാട്ടും കൂടുതൽ കിട്ടി, എന്നങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ല. അതിലൊന്ന് മിമിക്സ് ആക്ഷൻ. എനിക്കൊണ്ട് മിമിക്സ് ആക്ഷൻ 500. മിമിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞ സിനിമയാണ്. അതൊരു 11ഓളം മിമിക്രി താരങ്ങളും ഒക്കെ അഭിനയിച്ച ഒരു സിനിമ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രാജൻ ബിദേവിൻ്റെ ഒരു 11 ആൺമക്കളും അവർക്ക് ഒരേ ഒരു പെങ്ങളായ ചിപ്പിയും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് മിമിക്സ് ആക്ഷൻ 500. കുസൃതിക്കാറ്റ്, ജയറാമിൻ്റെ കനകയൊക്കെ കോളേജ് ലെക്ചേഴ്സായിട്ട് അഭിനയിച്ചിട്ടുള്ള, ജഗദീഷ് ശ്രീകുമാറൊക്കെ നല്ല ഉഗ്രൻ കോമഡിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഹൈവേ, സുരേഷ് ഗോപി, വിജയരാഘവൻ, ഭാനുപ്രിയ, നമ്മുടെ ഡയറക്ടർ ജയരാജൻ്റെ സിനിമയാണ് ഹൈവേ എന്ന് പറയുന്ന സിനിമ. മഴയത്തും മുമ്പേ, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി, തച്ചോളി വർഗീസ് ചേകവർ, സാദരം, മിന്നാമിനുങ്ങിന് മിന്നും കെട്ട്, ഇത്രയും സിനിമകളാണ് അന്ന് ഹിറ്റ് പട്ടികയിൽ. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ ഹിറ്റ് 3 സിനിമകളാണ്. അപ്പോൾ 3 സിനിമകൾ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 10ഓളം സിനിമകളാണ് പിന്നെ ഹിറ്റ് പട്ടികയിലുള്ളത്. ഇതിൽ മഴയത്ത് മുമ്പേ, സ്ഫടികം, മാനാർ മത്തായി ഇതൊക്കെ ആ വിഷു സീസണിലാണ് ഇറങ്ങിയത്. പക്ഷെ അന്ന് ഹിറ്റായിരുന്നത് സ്ഫടികം തന്നെയായിരുന്നു അതിൻ്റെ നമ്പർ 1. പിന്നെ മാനാർ മത്തായി ആയിരുന്നു. മഴയത്ത് മുമ്പേ അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു. പിന്നെ ഉണ്ട് വേറെ കുറേ സിനിമകളൊക്കെ ഉണ്ട്. ശരിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ആലഞ്ചേരി നമ്പഴാക്കൾ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ആ വിഷുവിലാണ്. പക്ഷെ അത് എനിക്കൊണ്ട് ചിലപ്പോൾ ഒരു ആവറേജ് വിജയമായിരിക്കാം. പിന്നെ സാദരം എന്ന് പറയുന്ന ഒരു സിനിമ ജോസ് തോമസ് എന്ന ഡയറക്ടറുടെ, സുരേഷ് ഗോപിയുടെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയാണ് ശരിക്കും. അതൊരു ആക്ഷൻ മൂഡിലുള്ളൊരു സിനിമയല്ല, ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പം ആക്ഷൻ മൂഡിലുള്ള സിനിമ അല്ലാത്തതുകൊണ്ടായിരിക്കും അതങ്ങനെ ഭയങ്കര ഹിറ്റൊന്നും സൂപ്പർ ഹിറ്റിലേക്കൊന്നും ആവാതിരുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്കൊക്കെ അതൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ജയറാം, നമ്മളിതിൽ
നോക്കുമ്പോൾ മനസ്സിലാവുന്നത് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്, പിന്നെ ജയറാമിൻ്റെ സിനിമകളുണ്ട്. അപ്പം ജയറാമിനൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു നടൻ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 95 അതിനുശേഷം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 95 ഓണത്തിന് മാന്ത്രികം സിനിമ റിലീസായിരുന്നു. അത് സൂപ്പർ ഹിറ്റായിരുന്നു. ആദ്യത്തെ കൺമണി സൂപ്പർ ഹിറ്റായിരുന്നു. പിന്നെ ഒരു ഒക്ടോബർ മാസമൊക്കെ ആയപ്പോൾ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ദി കിങ്, ഷാജി കൈലാസിൻ്റെ ദി കിങ്. മമ്മൂക്കയുടെ ഷാജി കൈലാസും മമ്മൂക്ക ആദ്യമായിട്ട് ഒന്നിച്ച ആ സിനിമ എനിക്കൊണ്ട് ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ സ്ഫടികവും ഇതൊക്കെ കഴിഞ്ഞാൽ ആ ഒരു 95 രണ്ടാം പകുതിയുടെ ബോക്സ് ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലെന്തായാലും ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഉണ്ടാവും. ഇത് അന്നത്തെ ഒരു മാഗസീനിൽ വന്ന ഫസ്റ്റ് ഹാഫ് റിപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമകളെ കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ ഈ പറഞ്ഞ 95 രണ്ടാം പകുതിയിൽ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കൺമണിയും മാന്ത്രികവും ദി കിങ്ങും ഒന്നും അല്ലാതെ വേറെ ഏതെങ്കിലും സിനിമകൾ ആ വർഷത്തെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക.